ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീനാരായണ ഗുരുദേവനുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു കാര്യം ദത്താപഹാരം. ദത്ത് കൊടുത്തത് അപഹരിക്കുക. നമ്മൾ ദാനം കൊടുത്ത ഒന്നിനെ തിരിച്ചു വാങ്ങിക്കുമ്പോൾ അത് അപഹരണമാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു കൃതി ഗുരു രചിച്ചിട്ടുണ്ട്. അത് മദ്രാസിൽ ഗുരു സഞ്ചരിക്കുന്ന സമയത്ത് മദ്രാസ് റെയിൽവേ സ്റ്റേഷന് സമീപം ഒരു 1.5 കിലോമീറ്റർ ആണ് വേപ്പേരി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. പുരുഷവാക്കത്തിനടുത്താണ്. ഒരു 1.5 കിലോമീറ്റർ കഷ്ടി ഉണ്ടാവും. അന്ന് അവിടെ അങ്ങനെ കെട്ടിടങ്ങളോ ഒന്നുമില്ല. അങ്ങനെയുള്ള ആ സ്ഥലത്തുകൂടെ ഗുരു ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ ആശ്രമം ഇരിക്കുന്ന സ്ഥലം അവിടെ വന്ന് ഗുരു നിന്നു. ഗുരുവിൻ്റെ കൂടെ ഭക്തന്മാരുണ്ട്. അപ്പോൾ ഗുരു ആത്മഗതമായിട്ട് പറഞ്ഞു, ഇത് നമ്മൾക്ക് പറ്റിയ സ്ഥലമാണല്ലോ. അങ്ങനെ ആത്മഗതം പറഞ്ഞപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആലുമൂട്ടിൽ ചാന്നാർ എന്ന ഗുരുഭക്തൻ വിചാരിച്ചു, ഈ സ്ഥലം ഗുരുവിന് ഇഷ്ടപ്പെട്ടു, ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഗുരുവിനോട് പറയാതെ ആ സ്ഥലം വാങ്ങി ഗുരുവിൻ്റെ പേരിൽ ഇട്ടു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മരണശേഷം മക്കളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവർ വിചാരിച്ചു, കേരളത്തിൽ വസിക്കുന്ന ഗുരുവിന് എന്തിനാണ് ഈ മദ്രാസിലെ ഭൂമി, അതുകൊണ്ട് നമുക്കത് ഉപയോഗിക്കാം. അങ്ങനെ അവർ ആ ഭൂമി ഉപയോഗിക്കാൻ തുടങ്ങി. പക്ഷേ എന്തൊക്കെയോ അനർത്ഥങ്ങൾ സംഭവിച്ചപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് അത് ഗുരുവിന് ദാനം കൊടുത്തതാണ്, ഗുരുവിന് പാദകാണിക്ക വെച്ചതാണ്. അത് എത്രയും പെട്ടെന്ന് തിരിച്ചു കൊടുക്കണം. അങ്ങനെ അവർ ഗുരുവിൻ്റെ അടുത്ത് വരികയും ഗുരുവിനോട് ക്ഷമാപണം ചോദിക്കുകയും പ്രായശ്ചിത്തം ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഗുരു എഴുതിയതാണ് എന്ന് പറയുന്ന കൃതിയാണ് ദത്താപഹാരം. അപ്പോൾ ഒരാൾക്ക് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചെടുക്കുന്നവൻ വലിയ പാപിയാണ് എന്ന് ഗുരു പറയുകയാണ്. നമ്മളിലും പലരും അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. നമ്മൾ എന്തെങ്കിലും കൊടുക്കും, ആർക്കെങ്കിലും കൊടുത്താൽ മാത്രം നമ്മൾ തൃപ്തരാകില്ല. അത് നമ്മൾ വലിയ അക്ഷരത്തിലൊക്കെ എഴുതി വെക്കും. ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഒരു ഫാനായിരിക്കാം. ആ ഫാനിന് ചെറിയ വില ഉണ്ടാവുള്ളൂ. പക്ഷേ ആ ഫാനിൻ്റെ 3 ലീഫിലും ഇത് ആരുടെ പേരിലാണ് അത് മൊത്തം എഴുതി വെക്കും. അതുപോലെ എത്രയോ സംഭവങ്ങൾ നമ്മൾ കാണാൻ പറ്റും. പക്ഷെ ദാനം കൊടുക്കുന്നത് ഒരിക്കലും അങ്ങനെ ആകാൻ പാടില്ലെന്നാണ്. നമ്മൾക്ക് പുണ്യം വേണം, തന്നെയല്ല നമ്മുടെ സ്വാർത്ഥത പോകണം. ഇതെല്ലാം ഈശ്വരൻ്റെയാണ്. നമ്മളിവിടുന്ന് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല. നമ്മുടെ സംസ്കാരം, അറിവ് മാത്രമേ നമ്മുടെ ഒപ്പം ഉണ്ടാവുകയുള്ളൂ. മറ്റുള്ളതെല്ലാം നമുക്ക് നാശമായിരിക്കും. അതുകൊണ്ട് മഹാത്മാക്കളായിട്ടുള്ള സാക്ഷാത്കാരം നേടിയിട്ടുള്ള ആളുകൾക്ക് നമ്മൾ എന്തെങ്കിലും കൊടുക്കുമ്പോൾ അത് നമ്മുടെ ഒരു ഔദാര്യമല്ല, മറിച്ച് അവർ നമ്മൾക്ക് നൽകുന്ന ഒരു അവസരമാണ്. നമ്മുടെ പാപങ്ങൾ തീരുവാൻ, നമ്മുടെ സ്വാർത്ഥത മാറുവാൻ, നമ്മുടെ മനസ്സും ഹൃദയവും വിശാലമാകുവാൻ നൽകുന്ന ഒരു അവസരമായിട്ട് അതിനെ കണ്ടാൽ നമുക്ക് പുണ്യമായിരിക്കും. അല്ലെങ്കിലോ അത് പാപമായിട്ട് പോകും. ശ്രീനാരായണ ഗുരുദേവൻ സഞ്ചരിക്കുന്ന സമയത്ത് നമ്മുടെ ആലുവ അദ്വൈതാശ്രമം ഒക്കെ പണിയുവാനുള്ള പണം ശേഖരിക്കുവാൻ വേണ്ടി ഗുരു ഇങ്ങനെ പോകുമ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഗൃഹനാഥൻ അവിടെ ഇല്ല. ഗൃഹനാഥൻ അവിടെ ഉണ്ട്. ഭാര്യയോട് പറഞ്ഞു, ഞാനില്ല എന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. ഭാര്യ അതുപോലെ തന്നെ ഗുരുവിനോട് പറഞ്ഞു. പക്ഷെ ഗുരു ഒന്നും പറഞ്ഞില്ല. ഗുരു പോയി. ഗുരു ആലുവയിൽ ചെന്നപ്പോഴേക്കും സ്ഥലം വാങ്ങിക്കുവാനുള്ള
പണമൊക്കെ ആയി. പക്ഷേ ഈ ഭക്തന്, ഈ ഗൃഹസ്ഥന് വലിയൊരു കുറ്റബോധം തോന്നി. അയാൾ പിറ്റേ ദിവസം പണവുമായി ആലുവയിൽ ഗുരുവിനെ അന്വേഷിച്ചു ചെന്നു എന്നാണ്. അപ്പോൾ ഗുരു പറഞ്ഞു, നമ്മൾക്ക് ആവശ്യത്തിനുള്ള പണമായി, അത് ആവശ്യം വരും, കയ്യിൽ വെച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ സാക്ഷാൽ ഈശ്വരൻ ഒരു രൂപമെടുത്തതാണ് ആ ദൈവം, ശ്രീനാരായണ ഗുരുദേവൻ. അങ്ങനെ ആ ദൈവം ഓരോരുത്തരുടെയും വീട്ടിലൂടെ വന്ന് അവരുടെ പാപവും ശാപവും ഒക്കെ കുറയ്ക്കുവാൻ വേണ്ടി ഈ രൂപത്തിൽ വരുമ്പോൾ മനസ്സോടുകൂടി കൊടുക്കേണ്ടതിന് പകരം ഒളിച്ചിരിക്കുക എന്ന് പറയുന്നത് അതിലും വലിയൊരു ദോഷമാണ്. എന്തായാലും ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് കരണീയമായിട്ടുള്ളത്. തീർച്ചയായും നമ്മൾക്ക് കിട്ടുന്ന പണത്തിൻ്റെ ഒരു വിഹിതം ദാനധർമാദികൾക്ക് മറ്റുള്ളവരറിയാതെ തന്നെ കൊടുക്കുക. അത് നമ്മളുടെ സന്തതി പരമ്പരകളിലേക്കും പകർന്ന് കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. എവർക്കും നമസ്കാരം.